ഏപ്രിൽ 14 സെൻറ്റ് അബൂഡിയസ് ദ സാക്രിസ്റ്റൻ. ജനനത്തെക്കുറിച്ച് വ്യക്തതയില്ല. മരണം 564 വർഷത്തിലാണ്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എല്ലാ വർഷവും ഏപ്രിൽ 14 അബൂഡിയസ് ദ സാക്രിസ്റ്റൻ ഓർമ്മ തിരുനാൾ ദിനം ആചരിക്കുന്നു. അത്ഭുത പ്രവർത്തനപരവും രോഗശാന്തിപരവുമുള്ള കപ്പ്യാരായിരുന്നു വിശുദ്ധ അബൂഡിയസ്. വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റിൻ്റെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: പക്ഷാഘാതം ബാധിച്ച ഒരു സ്ത്രീ പത്രോസ്ലീഹയുടെ മാധ്യസ്ഥം തേടി രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിച്ചിരുന്നു. പത്രോസ്ലീഹ ദർശനത്തിൽ അവളോട് പറഞ്ഞു, "നീ എൻ്റെ കപ്പ്യാര് അബൂഡിയസിനെ പോയി കാണുക, അവൻ നിന്നെ സൗഖ്യപ്പെടുത്തും." ദേവാലയത്തിൽ അവർ അബൂഡിയസിനെ തേടിപ്പിടിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, "ആഹാ, പത്രോസ്ലീഹയാണല്ലേ നിന്നെ എൻ്റെ അടുക്കലേക്ക് അയച്ചത്" എന്ന് പറഞ്ഞ് അവളുടെ തളർന്ന കയ്യിൽ പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ച് നിർത്തി. ആ മണിക്കൂറിൽ തന്നെ അവൾക്ക് ശരീരമാസകലം ശക്തി ലഭിച്ചു. ഞരമ്പുകൾ സാധാരണമായി മാറി. പക്ഷാഘാതത്തിൻ്റെ യാതൊരു ലക്ഷണം പോലും അവളിലുണ്ടായില്ല. ഗ്രിഗറി ദ ഗ്രേറ്റിൻ്റെ പുസ്തകത്തിൽ വിശുദ്ധ തിയോഡോർ എന്ന് പറയുന്ന മറ്റൊരു കപ്പ്യാരെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന തിയോഡോർ 560 മരിച്ചു. ഒരിക്കൽ അദ്ദേഹത്തിന് വിശുദ്ധ പത്രോസ്ലീഹായുടെ ദർശനം ലഭിക്കുകയുണ്ടായി. പ്രഭാതത്തിൽ ദേവാലയത്തിലെ വിളക്കുകൾ തെളിക്കുമ്പോഴായിരുന്നു ആ ദർശനം. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിൽ അടക്കം ചെയ്യപ്പെട്ട ഏക കപ്പ്യാരും തിയോഡോറാണ്. വചനം എസെക്കിയേൽ 43 അധ്യായം 2 വാക്യം: ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അതാ കിഴക്ക് നിന്ന് വരുന്നു. അവിടുത്തെ ആഗമനത്തിൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയായിരുന്നു. ഭൂമി അവിടുത്തെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. വിചിന്തനം: ഓരോ പ്രഭാതത്തിലും ദേവാലയത്തിലെ മണി മുഴങ്ങുമ്പോൾ ഓർമ്മിക്കാം റോമായിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സേവനമനുഷ്ഠിച്ച കപ്പ്യാരുമാരായിരുന്ന തിയോഡോറിനെയും വിശുദ്ധ അബൂഡിയസിനെയും. സൂര്യൻ ഉദിച്ചുയരുന്നതിന് മുമ്പേ തന്നെ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയും ദീപനാളങ്ങൾ തെളിക്കുകയും പരിശുദ്ധ കുർബാനയിലേക്ക് എന്നെ നയിക്കുകയും ചെയ്യുവാൻ വേണ്ടി ദേവാലയത്തിലെ മണി മുഴങ്ങുമ്പോൾ എനിക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ചുകൊണ്ട് അതിരാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ ദേവാലയത്തിലെ കപ്പ്യാരുമാരെയും അൾത്താര ശുശ്രൂഷികളെയും നമുക്ക് അനുസ്മരിക്കാം. അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഒരു വിശുദ്ധൻ അവിടെ നമ്മുടെ ദേവാലയത്തിൽ നമുക്ക് വേണ്ടി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു.